ഇന്നത്തെ ഇംതിയാസിൻ്റെ കഥയെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് കയറിയട്ടാ. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഒരു ട്രോളി എടുത്ത് ഞാനങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടാ, മുസമ്മിൽക്കുണ്ട്, രാജേഷേട്ടനും ഉണ്ട്, ഫർസിയുണ്ട്. അങ്ങനെ നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഫർസി പറയുന്നത് നമുക്ക് നേരെ ആദ്യം ചിക്കൻ നോക്കാമെന്ന്. അങ്ങനെ ഫ്രഷ് ചിക്കനാട്ടെന്ന് മേടിക്കാൻ പോകുന്നത്. നേരെ പോയി ഫ്രഷ് ചിക്കന് 16 ദിറംസ്, ഏകദേശം നാട്ടിലത്തെ 400 റുപ്യാണ് കേട്ടോ 1 കിലോ ചിക്കന്. ഫർസി അപ്പുറത്ത് ഫിഷിൻ്റെ കട കണ്ടിട്ട് നോക്കുക, എന്നാൽ പിന്നെ അവിടെ പോയി നോക്കാൻ നടന്ന് അവിടെ പോയി എല്ലാം ഓരോന്ന് നോക്കി, ഒന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ നേരെ വന്ന് തക്കാളി എടുക്കുന്ന റീൽസ് എടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റീൽസൊക്കെ കഴിഞ്ഞ് അവസാനം നോക്കിയപ്പോൾ ഉണ്ട് 4 തക്കാളി. ഞാൻ പറഞ്ഞു ഫർസി മതി വാ പോവാന്ന്. അങ്ങനെ ഫർസി അത് എടുത്തിട്ട് പോയി നേരെ വെജിറ്റബിൾസൊക്കെ ബില്ലടിച്ച് ഒരു കുപ്പി ഓയിലും കൊടുത്ത്. നോക്കുമ്പോൾ രാജേഷ് ചേട്ടന് ഓറഞ്ച് നിർബന്ധം അടുത്ത റീൽസ് എടുക്കാനേ. അത് മുസമ്മിൽക്ക് അറിഞ്ഞ് ഇനി നടക്കൂല മക്കളെ, നടന്നോളിന്ന് പറഞ്ഞ് ഞങ്ങളെ നടത്തി. അങ്ങനെ വരുമ്പോഴാണ് 1 ദിറംസിൻ്റെ പ്ലേറ്റ് കാണുന്നത്. അപ്പോൾ ഫർസിക്ക് ആ പ്ലേറ്റ് വേണം. നേരെ ഒന്നും എടുത്തിട്ടാ. പിന്നെ ചോക്ലേറ്റ് സെക്ഷനാണ്, ദുബായ് ചോക്ലേറ്റ്. അതിൻ്റെ ഇടയിൽ ഇവർ നേരെ പോയൊരു മുട്ടായി കണ്ടുപിടിച്ചേ, കുനാഫ ചോക്ലേറ്റേ. 5 ദിറംസാ, 150 റുപ്യ വരും നാട്ടിലത്തെ. നേരെ പോകുമ്പോൾ ഫർസി ഇത് അടിച്ചു നോക്കുക, നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞൊരു സ്പ്രേ എടുത്ത് കാണിച്ചിരുന്നു. ഞാനെപ്പോഴും ഫുഡിൻ്റെ സാധനങ്ങളാണ് മക്കളെന്നത്തെ നേരെ നടക്കിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നേരെ അടുത്ത് കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നേരെ ബില്ലടിക്കാൻ പോയപ്പോൾ ഇവർക്ക് പണി എപ്പോഴും ട്രോളി നടക്കല കേട്ടോ. അങ്ങനെ ഫർസി വേണ്ടതൊക്കെ എടുത്ത് വേണ്ടാത്തൊക്കെ ഒഴിവാക്കി ബില്ലടിച്ചു കേട്ടോ. പിന്നെ എക്സ്പെൻസ് കൂടിയ രാജ്യത്തായതുകൊണ്ട് ബില്ല് കണ്ടാൽ നെട്ടും. 2400 റുപ്യ ആയിട്ടാണ്, നാട്ടിലത്തെ 95 ദിറംസാണ്. അങ്ങനെ എല്ലാം പാക്കാക്കി പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കഥയും സീതാ